ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണേ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട്, ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നോക്കിയപ്പോൾ മുറ്റത്തുണ്ടായിരുന്നു രണ്ട് മയിൽ. പുലർച്ചയ്ക്ക് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു വീടിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ അറിയൂല, മയിലിന് ഇത്രയും വലിയ സൗണ്ടാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും മയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നതും. ഇത് പെയറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മയിലിനെ കുറേ നേരം നോക്കിയിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ച് കുളിച്ച് മാറ്റി പോകാനുള്ള പരിപാടി നോക്കിയിട്ടോ. ഐതുവിൻ്റെ മുഖത്ത് വലിയൊരു തെളിച്ചില്ലാത്തതുകൊണ്ട് അംഗൻവാടിയിലേക്ക് ആക്കി കൊടുക്കാണോ എന്നുള്ളൊരു ടെൻഷനിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കസിൻസാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കസിൻസിൽ തന്നെ ഒരുപാട് പേരില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞങ്ങൾ പോയിട്ട് എനിക്ക് തോന്നുന്നു 2-3-4 കൊല്ലമൊക്കെയായി. ഒരാളുണ്ടെങ്കിൽ ഒരാളുണ്ടാവില്ല, അങ്ങനെ എപ്പോഴും ഉണ്ടാവലുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ കാർ ഉണ്ടാവും, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വണ്ടി ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഉള്ളവരെ കൂട്ടിയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റിന് ഞങ്ങൾ കുറ്റിച്ചിറയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ പുരയിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി ടൈപ്പ് ഓഫ് ഡ്രസ്സ് തന്നെ ഇവിടെ ഉണ്ട്. അപ്പം കസിനായിരുന്നു ഈ ഒരു ഷോപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ആളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരുമിച്ചായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പം ബിഫോർ ഡെലിവറി ആയാലും ആഫ്റ്റർ ഡെലിവറി ആയാലും വേണ്ട മക്കൾക്ക് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് തന്നെ പേഴ്സണലി ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പേഴ്സണലി ആൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളും, ഇനിയിപ്പോൾ ഫുഡ് ആയിക്കോട്ടെ, മക്കൾക്ക് കൊടുക്കണം ഫുഡ് ഐറ്റംസ്, എല്ലാ കാര്യങ്ങളും ആൾ പറഞ്ഞു തരും കേട്ടോ. അന്ന് മുതലേ ഇന്ന് നല്ല കളക്ഷൻസ് ഉണ്ട്, ഇവിടെ നിന്നാണ് മേടിച്ചത്, ഇവിടെ പോയി അങ്ങനെയൊക്കെ അപ്പോഴേ. അപ്പം ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് ആൾ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു പറയണത്. അപ്പോഴൊന്നും ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് കിട്ടുന്ന ഡ്രസ്സിന് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത്, അപ്പം ഇപ്പോഴാണ് പോകണം മേടിക്കണം എന്നൊക്കെ തോന്നിയത്. അപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല ഇമ്പോർട്ടഡ് ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പുരയിൽ ഇടാൻ മീൻസ് നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോഴേ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ വന്ന് നോക്കിയപ്പം മക്കൾക്കും മോൻക്കും മോക്കുമായിട്ട് 6 കൂട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പാൻറ്റും ഷർട്ടും ടീഷർട്ടും കൂടിയൊക്കെ വരുന്ന സെറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ 1200 അങ്ങനെ എങ്ങാണ്ട് വന്നിട്ടുള്ളൂ പ്രൈസ്. അപ്പോൾ നല്ല ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഷോപ്പ് വരുന്നത് കുറ്റിച്ചിറ ഹൈസ്കൂളിൻ്റെ ഓപ്പോസിറ്റ് റോഡിലാണ്. അപ്പോൾ ഈ ഒരു റോഡിൽ തന്നെ ഒരുപാട് ഷോപ്പുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കേട്ടോ ഡ്രസ്സ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളേരിയയിലേക്കാണല്ലോ ഷോപ്പ് വരുന്നത്, അതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു വെളുപ്പൻ്റെ കട കണ്ടത്. അപ്പോൾ ഇവിടെ കുറേ നട്ട്സ്, പിന്നെ കുറേ മസാല പൗഡേഴ്സ്, പണ്ടത്തെ കുറേ ടൈപ്പ് മിഠായി, പിന്നെ ദീപഹൽവ ഉണ്ടായിരുന്നു. ഞങ്ങളത് എടുത്ത് കഴിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ ഹൽവൻ്റെ ടേസ്റ്റ് ഒന്നും അല്ലായിരുന്നു. ഒരു ഡേറ്റ്സും നട്ട്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു കവറിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മൂപ്പര് ഭയങ്കര ചിരി കേട്ടോ. ഞങ്ങൾ തന്നെ എടുക്കട്ടെ എന്ന് എടുത്തു തരാനൊക്കെ പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് എടുക്കാനൊക്കെ പറഞ്ഞ് അപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഐതൂക്ക് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഞങ്ങൾ സമൂസയും പിന്നെ സർവത്ത്, പിന്നെ അതേപോലെ സോഡ, പിന്നെ ക്യാരറ്റ് പോള ഇതൊക്കെ കഴിച്ചിട്ടോ.
അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ വേറൊരു കഫേയിൽ പോയിട്ട് അവിടുന്ന് ബ്യൂനോ കിഞ്ചറിൻ്റെ ഒരു ക്രഞ്ച് ബോക്സ് മേടിച്ച് അത് കഴിച്ച് പിന്നെ നേരെ കോച്ചിലേക്ക് പോയി. കോച്ച് കഫേയിൽ പോയി. അവിടെ നല്ല പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഓൾറെഡി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേലെ സ്പേസ് ഇല്ലാത്തതിനെ കൊണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലെ പോയപ്പോഴും ഫുഡ് ഓർഡർ ചെയ്തിട്ടും പിന്നെയും 45 മിനിറ്റ് വീണ്ടും ഞങ്ങൾ പോസ്റ്റ് അടിച്ചിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങളവിടെ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കോഴ്സിൽ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മൊഹിത്തോസും പിന്നെ ലോഡഡ് ഫ്രൈസും മെക്സിക്കൻ റൈസ് ബോളായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ലോഡഡ് ഫ്രൈസിനെക്കാട്ടും മെക്സിക്കൻ റൈസ് ബോളായിരുന്നു. പിന്നെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം ബീച്ചിലോട്ട് ഇറങ്ങി കേട്ടോ. എത്തിയപ്പോഴാണ് നല്ല പണി കിട്ടിയത്. ഞങ്ങൾ ATM പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും പൈസ ഇല്ല. 2-3 ATMൽ കയറി ഇറങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കോർട്ടിൻ്റെ അടുത്തുള്ള ATMൽ പോയി അവിടുന്ന് പൈസ ഒക്കെ എടുത്ത് പോന്നു. ഞങ്ങൾ ഐസ്ക്രീംസും ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് കഴിച്ച് കുറേ നേരം തള്ളി മറിച്ചിരുന്നു.
അപ്പോൾ ബീച്ചിൽ തന്നെ പാനിപ്പൂരിയും കുറേ സ്നാക്സും ജ്യൂസും പായസം അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ച് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ വേറൊരു ഷോപ്പ് വേണ്ട ഐസ്ക്രീംസിൻ്റെ ഐസൊക്കെ ഉള്ള, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഐസൊക്കെ മേടിച്ചിട്ട് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുറച്ച് നടന്ന് ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ടാട്ടോ നേരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. ബസ്സിൽ 6 മണിക്ക് കയറി കുത്തിയിരുന്നിട്ട് 6:50 കേട്ടോ ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറേ നേരം ബസ്സിലും പോസ്റ്റ് അടിച്ചിരുന്നു. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് വിളിക്കാൻ തുടങ്ങി. ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് കുറേ ചീത്തയിട്ട് പിന്നെ പാരൻസ് വിളിക്കാൻ തുടങ്ങി ഓരോരുത്തരെ. ഞങ്ങൾ ബ്ലോക്കിലും പെട്ട് കുറേ നേരം അങ്ങനെ ലേറ്റായി. പിന്നെ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ടൗണിൽ നിന്ന് ബസ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ബ്ലോക്കൊക്കെ ഉണ്ടായാലും എന്തായിരിക്കും സിറ്റുവേഷൻ. അപ്പോൾ പുരയിൽ നല്ല ചീത്തയൊക്കെ വിചാരിച്ച് ഞങ്ങൾ പിന്നെ പുരയിൽ അവിടെ എത്തിയപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാൻ മൂത്തൻ്റെ അപ്പം എൻ്റെ പെങ്ങളെ വീട്ടിലോട്ടായിരുന്നു നേരെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അവിടെ നിന്ന് പുരയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂത്ത വിട്ടില്ല. മക്കളൊക്കെ ഉണ്ടായപ്പം എന്തായാലും ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അന്ന് അവിടെ സ്റ്റേ അടിച്ചിട്ടോ. പുരയിലെത്തി പിന്നെ ഭയങ്കര ടയേർഡായിരുന്നു. ഞങ്ങൾ വേഗം ഫ്രഷായി പിന്നെ കിടന്നുറങ്ങി. ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, വേഗം കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അതാ രാവിലായി എണീറ്റ് മോളും ഇങ്ങനെ എണീറ്റ് വരുന്നുള്ളൂ. ആൾ എണീക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ തുടങ്ങിയാണ് കേട്ടോ, കരച്ചിലും. അപ്പോൾ ഇതാ മോൾക്ക് എണീറ്റ് പാടെ ഞാൻ ആദ്യം ഫീഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫീഡ് ചെയ്ത് പിന്നെ വേഗം കുളിപ്പിച്ച്, മഴക്കല്ലേ ഭയങ്കര തണുപ്പാണ്, മടിയൊക്കെ ആവും വിചാരിച്ച് വേഗം കുളിപ്പിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി രാഗിയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂത്ത വേഗം രാഗിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മടിച്ച് നിൽക്കും എന്ന് വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കി വെച്ചാൽ വേഗം കൊടുത്തോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂത്ത അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം മൂവി കണ്ടിരുന്നു കേട്ടോ. ആലപ്പുഴ ചിൻകാനായിരുന്നു, നല്ല മൂവിയായിരുന്നു, അത് കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂവി കണ്ടിരിക്കുമ്പോൾ ഇത് ഭയങ്കര കരച്ചിലായിരുന്നു. സ്പൈഡർമാൻ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഓന് ഭയങ്കര കരച്ചിലായപ്പോൾ ഞങ്ങൾ പിന്നെ അവനക്ക് സ്പൈഡർമാൻ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ മൂത്ത അലീസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അലീസ അൽസ എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ റെസിപ്പീസ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ പുറത്ത് തെണ്ടിത്തിരലൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് പോയിക്കപ്പോൾ മൂത്തൻ്റെ സ്പെഷ്യൽ മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിക്കൊക്കെ. അപ്പോൾ മൂത്ത പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തുറന്നു നോക്കിയത്. ഞങ്ങളെല്ലാവരും ബാക്കി അത് ഒന്ന് തുറന്നു നോക്കി. പിന്നെ അത് വേഗം ക്ലോസ് ചെയ്ത് ഞങ്ങൾ അതിലോട്ടുള്ള മയോണൈസ് ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഫെറോക്കിലുള്ള പ്രീവ്യൂലോട്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നത്. അവിടെ എനിക്ക് ഒറ്റൊരു ഡ്രസ്സ് ഇഷ്ടമായില്ല. ഗേൾസിലുള്ള ഡ്രസ്സൊന്നും വലിയ കളക്ഷൻ ഇല്ലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ ആപ്പിൾ ടവറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏലാഞ്ചും പിന്നെ കുനാഫ ബ്രെഡും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലോഡഡ് ഫ്രൈസ് പാർസൽ ചെയ്ത് മേടിച്ചു. എന്നിട്ട് അതും മേടിച്ച് ഞങ്ങൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു പുരയ്ക്ക്. അപ്പം അതൊക്കെ മേടിച്ച് പിന്നെ അരുൺ ഐസ്ക്രീം, ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അരുൺ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അതും മേടിച്ച് ഞങ്ങൾ പിന്നെ പുരയിലേക്ക് പോയി. അപ്പോൾ ഇതാ പുരയിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലോഡഡ് ഫ്രൈസൊക്കെ കഴിച്ചു. അപ്പം അന്ന് മൂത്തൻ്റെ അവിടെ തന്നെ സ്റ്റേ ആക്കേണ്ടി വന്നിട്ട് നല്ല മഴയും കാര്യങ്ങളായിരുന്നു. മൂത്ത കിട്ടിയില്ല. പിറ്റേന്ന് പിന്നെ രാവിലെ തന്നെ പുരയ്ക്ക് പോയി. അന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടും പോയി. നാത്തുവിൻ്റെ മോളെ പോയിട്ടായിരുന്നു. അപ്പം ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ പുരയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. നാത്തൂൻ്റെ പുറയിലോട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നേരെ അവിടെ പോയി ആൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് അവിടുന്ന് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നേരെ ഹസ്ബൻഡിൻ്റെ പുറയിലോട്ട് തന്നെ പോയി. അന്ന് അവിടെ സ്റ്റേ ആയിരുന്നു. അനിയനും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. നമ്മളെവിടെ പോണത്?